ഇ.ഡി. അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള അറസ്റ്റ് അപമാനിക്കാൻ ലക്ഷ്യം വെച്ചാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ വാദിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം തടയാനാണ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടിയെ തകർക്കാനാണ് ശ്രമമെന്ന് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി വാദിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, കോടതിയിൽ നടപടികൾ നിർണായകമാണ്. കെജ്രിവാളിൻ്റെ വാദങ്ങൾ എങ്ങനെ ബൽറാം? റിജിത്ത്, ഇപ്പോൾ കോടതി ഉച്ചയൂണിനായി പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും വാദങ്ങൾ തുടരും. എന്തായാലും ഇന്ന് കോടതി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി അന്വേഷണം നടത്തുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് കോടതിയിൽ വാദിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ഈ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഇപ്പോൾ ജയിലിലാകുകയും ചെയ്തതോടെ കെജ്രിവാളിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. PMLA ചട്ടം 50 അനുസരിച്ച് കെജ്രിവാളിനെ വീട്ടിൽ നിന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നില്ല. തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം പോലും കെജ്രിവാളിന് ഇതുവരെയും ED നൽകിയിട്ടില്ല. സമൻസ് കെജ്രിവാൾ ഹാജരായില്ല എന്നുള്ളത് ഒരു മുൻവിധിയാണ് എന്നും അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാന ആരോപണമായി ഉയർത്തിക്കാണിക്കുന്നത് എന്നുമാണ് അഭിഷേക് സിംഗ്വി വാദിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്യേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കണമെന്നും കെജ്രിവാൾ രാജ്യം വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയല്ല എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം തടയാൻ ലക്ഷ്യം വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള അറസ്റ്റ് എന്നും അത് അപമാനിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുമാണ് കെജ്രിവാൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അറസ്റ്റിന് യാതൊരു സാധൂകരണവുമില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലും കെജ്രിവാളിന് എതിരായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ED എന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഹർജിയുടെ പകർപ്പിന്റെ യഥാർത്ഥ പകർപ്പല്ല തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ASG അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാജു കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇത് ഈ സമയം നീട്ടി വാങ്ങാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നായിരുന്നു മനു അഭിഷേക് സിംഗ്വി അതിനെ എതിർത്തുകൊണ്ട് വാദിച്ചത്. മാപ്പുസാക്ഷികളിൽ ഒരാൾ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയാണ് എന്നും മറ്റൊരു മാപ്പുസാക്ഷി ആകട്ടെ BJPക്ക് കോടികൾ തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ നൽകിയത് കാര്യവും കെജ്രിവാളിന്റെ ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു.